ഹലോ, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് നമുക്ക് അടിപൊളി സ്ക്വാഷ് ഉണ്ടാക്കിയാലോ? ബീട്രൂട്ട് സ്ക്വാഷ്. ഇപ്പം നല്ല ചൂടല്ലേ, അപ്പം നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡ്രിങ്കൊക്കെ റെഡിയാക്കി കൊടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ സ്ക്വാഷൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റുമാണ്, അതുപോലെ നല്ല കളർഫുള്ളും ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കളറുള്ള ബീട്രൂട്ട് നോക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ നഖം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുരണ്ടി നോക്കുക. അപ്പോൾ നല്ല റെഡ് കളർ കാണുകയെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബീട്രൂട്ട് എടുത്താൽ മതി. അപ്പോൾ ബീട്രൂട്ട് ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ, ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ബീട്രൂട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ബീട്രൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്ക്വാഷ് ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്ക്വാഷാണ് ബീട്രൂട്ട് സ്ക്വാഷ്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ബീട്രൂട്ട് ഇപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് 5 ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കറുവപ്പട്ട കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഇഞ്ചിയും കറുവപ്പട്ടയൊക്കെ ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അല്ലെങ്കിലും ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, അതിൻ്റെ കളറ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇപ്പോൾ നല്ല പോലെ വെന്തിട്ടുണ്ട്, നല്ല കളറും കിട്ടിയിട്ടുണ്ട് വെള്ളത്തിന്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാൻ അടുത്തതായി വേണ്ടത് ഷുഗർ സിറപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 കപ്പ് ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇനി ഷുഗർ നല്ല പോലെ ഒന്ന് മെൽറ്റായിട്ട് വരണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഷുഗർ സിറപ്പ് ഇപ്പോൾ ഇവിടെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇത് തിക്ക് കൺസിസ്റ്റൻസി ആക്കൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ മതി. ഇപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. ഇപ്പോൾ അടുത്തതായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ബീട്രൂട്ടിലെ വെള്ളം മാത്രം മതി കേട്ടോ, ബീട്രൂട്ട് വേണ്ട. അപ്പോൾ വെള്ളം മാത്രം ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് ഈ സ്ട്രൈനറിലിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ അവശേഷിക്കുന്ന വെള്ളം കൂടി നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ബീട്രൂട്ടിലുള്ള ജ്യൂസൊക്കെ ഇപ്പോൾ ഞാൻ ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഈ ബീട്രൂട്ട് ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പും ബീട്രൂട്ട് ജ്യൂസും ഇപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ലെമൺ ജ്യൂസാണ്. അപ്പോൾ ഞാനിപ്പോൾ 3 നാരങ്ങയുടെ ജ്യൂസാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അധിക ദിവസമൊന്നും ഇത് ഇരിക്കില്ല, ഒരു 15 ദിവസത്തിൽ കൂടുതലൊന്നും ഇരിക്കില്ല. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വേണം അത് സൂക്ഷിക്കാൻ. അപ്പോൾ നമ്മുടെ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പികളിലൊക്കെ ആക്കി സൂക്ഷിക്കാം. അപ്പോൾ ഞാനിപ്പോൾ സ്ക്വാഷ് തണുത്തതിന് ശേഷം ഇതുപോലുള്ളൊരു കുപ്പിയിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. നമുക്കിനി 15 ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ, അതിൽ കൂടുതലൊന്നും ഇരിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കണം. അപ്പോൾ ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് 1/4 ഭാഗത്തോളം സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് സ്ക്വാഷ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കുടിച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അഭിപ്രായം പറയാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ്. പിന്നെ നമുക്ക് ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ കിട്ടുന്നത്, കറുവപ്പട്ടയുടെയും ഇഞ്ചിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് ഈ ഡ്രിങ്കിന്. നല്ല കളർഫുള്ളും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ അടിപൊളി സ്ക്വാഷ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഔട്ട്ഡ്രോ പറയുന്നതിന് മുമ്പ് ഞാനിന്ന് നിങ്ങൾക്ക് നല്ലൊരു ആപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ട്രെൽ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലും ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിലും പോയിട്ട് ട്രെൽ എന്ന ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തതിന് ശേഷം ട്രെൽ കമ്മ്യൂണിറ്റി ഒന്ന് ഓപ്പൺ ചെയ്യുക കേട്ടോ.
അപ്പോൾ അവിടെ ഷോപ്പ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ നേഹ ഫുഡ് സ്റ്റോറീസ് എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ പ്രൊഫൈൽ കാണാൻ പറ്റും. അപ്പോൾ ട്രെൽ എന്ന ആപ്പിൽ ഞാൻ നേഹ ഫുഡ് സ്റ്റോറീസ് എന്ന പേരിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരുപാട് വെറൈറ്റി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നല്ല അടിപൊളി റെസിപ്പികളാണ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ യൂട്യൂബിലിടുന്ന റെസിപ്പികളൊക്കെ ഞാൻ അതിലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ തന്നെ ട്രെൽ എന്ന ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നേഹ ഫുഡ് സ്റ്റോറീസ് പേജ് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു കിടിലൻ സമ്മർ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.